ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ അല്ല, നമ്മൾ ബത്തേരി പോയ വീഡിയോൻ്റെ പാർട്ട് 2 ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബത്തേരിയിൽ എത്തിയതിൻ്റെ പിറ്റേ ദിവസമാട്ടോ, അതായത് ഉദ്ഘാടന ദിവസമാണ്. അന്ന് ഞങ്ങൾ എത്തിയപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് കിടന്നു. പിറ്റേന്നത്തെ വീഡിയോ ആട്ടോ ഇത്. പിറ്റേന്ന് തന്നെ നമ്മൾ ചുറ്റുപാടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ, അയൽപക്കത്തെ വീട്ടുകാരൊക്കെ. ഞങ്ങളെല്ലാവരും കൂടി കേട്ടോ നടക്കാൻ പോയിനിയത്. അങ്ങനെ ഞങ്ങളൊരു ചേച്ചീനെ പരിചയപ്പെട്ടു കേട്ടോ. ചേച്ചീൻ്റെ മക്കളൊന്നും ഇവിടെ ഇല്ല, മക്കളൊക്കെ വിദേശത്ത് ജോലിയാണെന്നാട്ടോ പറഞ്ഞത്. ചേച്ചിക്ക് ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ആ ചേച്ചീനെയൊക്കെ പരിചയപ്പെട്ട് ഞങ്ങൾ വീണ്ടും കുറേ ദൂരം നടന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നടത്തൊക്കെ നിർത്തി. പിന്നെ ഇപ്പം ഇതിലും കൂടി ആയിട്ടാണ് നടക്കൽ. ഒരു കുറേ സ്ഥലത്തു കൂടെയൊക്കെ പോയിട്ടോ. ഓള് വീഡിയോ എടുത്താണ് ഇതൊക്കെ. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചുള്ള കുട്ടി ജോലികളൊക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ ഏകദേശം തീർത്തീനി കേട്ടോ. പിന്നെ തോരണങ്ങളൊക്കെ തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ നേരം വെളുത്തിട്ടാട്ടോ വാങ്ങാൻ വേണ്ടി പോയത്. പിന്നെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ വലിയ ഉദ്ഘാടനം ഒന്നും ആയിരുന്നില്ല കേട്ടോ, ചെറിയൊരു പരിപാടിയാണ്. ഫ്രണ്ട്സും ഫാമിലിയും പിന്നെ നമ്മളെ ബത്തേരി പള്ളിയിൽ നിന്ന് തന്നെ ഉസ്താദുമാരെയും വിളിച്ചിരുന്നു കേട്ടോ. അതന്നെ ഉള്ളൂ, അല്ലെ വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവർ കറങ്ങി അടിച്ച് വീട്ടിലെത്തി. അപ്പോഴേക്കും ഞാൻ തോരണം കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികൾ രണ്ടാളും കൂടി അത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്, ബലൂണൊക്കെ വീർപ്പിച്ച്. കുട്ടികൾ തന്നെ കേട്ടോ ഫുള്ള് ഡെക്കറേഷനൊക്കെ ചെയ്തത്. ഞങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു, അതൊക്കെ അവർ തന്നെ ഏറ്റെടുത്തൊക്കെ ചെയ്തത് കേട്ടോ. പിന്നെ ഫുഡായിട്ട് നമ്മൾ പായസം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. വേറെ ഫുഡും കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. ചെറിയൊരു ഉദ്ഘാടനം ആയതുകൊണ്ട് പായസമൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പണിയൊന്നും നമുക്കില്ലായിരുന്നു. ആ താത്താണ് അതൊക്കെ റെഡിയാക്കിയത്. ഹസ്ബൻഡ് പ്രത്യേകം പറഞ്ഞിരുന്നു കേട്ടോ, പായസം നല്ല അടിപൊളിയാകണം, അതിന് എത്ര ചിലവാണേലും വേണ്ടില്ല, അടിപൊളിയാവണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. താത്താനോട് എല്ലാം ഏൽപ്പിച്ചിരുന്നേ. പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പായസമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാവരും വന്ന് പായസമൊക്കെ കുടിച്ചു കേട്ടോ. എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞേ. അങ്ങനെ എല്ലാവർക്കും പായസമൊക്കെ കൊടുത്തു കേട്ടോ. പായസമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിച്ചതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ കുറേ. പിന്നെ ഇത് പാല് കാച്ചൽ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളെ കമ്പനി ടൗണൊക്കെ ആക്കിയതോടനുബന്ധിച്ച് നമുക്ക് നല്ല ചിലവുണ്ടായിരുന്നു കേട്ടോ. അറിയാലോ, അത്യാവശ്യം നമ്മൾ ഒരുപാട് പണി അതും എടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു വീട്, ഒരു കട റൂമായിരുന്നു കേട്ടോ. നമ്മളത് പെയിൻ്റൊക്കെ അടിച്ച് ടൈൽസൊക്കെ ഇട്ട് പിന്നെ റൂമൊക്കെ റെഡിയാക്കി അതിലേക്ക് കട്ടിലും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിരുന്നു കേട്ടോ. കട്ടിലും കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ പണിയിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോയതാട്ടോ വയനാട്ടിലേക്ക്. പിന്നെ ഒരുപാട് പണി നമ്മളതിമ്മ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പുതിയ മെഷീനും ചെമ്പും പാത്രങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.